ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഭൂരിഭാഗം സ്റ്റോക്കുകളും ഉയർന്ന വാല്യൂഷൻ അല്ലെങ്കിൽ ഓവർ വാല്യൂഷൻ സോണിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വാല്യൂഷനിൽ ലഭിക്കുന്ന ചില ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിൽ ഡീസൻറ്റ് വാല്യൂഷനിൽ ലഭിക്കുന്ന ചില ക്വാളിറ്റി സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റി സ്റ്റോക്കുകളെ മാക്വറി എന്ന ബ്രോക്കേജ് ഏജൻസിയാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. മാക്വറി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറും വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിലാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നു. ബെയിൻസ്റ്റീൻ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിലും പറയുന്നത് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിന് സ്ട്രോങ് ക്രെഡിറ്റ് ഗ്രോത്തും ഉയർന്ന അസറ്റ് ക്വാളിറ്റിയും ഹെൽത്തി മാർജിനുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെയും NBFC, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളെയും ലോങ് ടൈമിലേക്ക് പരിഗണിക്കാമെന്നാണ്. CLSAയുടെ റിസർച്ച് റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇവിടെയും ഇതിന് സമാനമായ വസ്തുത തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് മികച്ചതാണ്. കൂടാതെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. മാക്വറിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നു. വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ബാങ്കിംഗ് സെക്ടറിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 16 മുതൽ 18% ഉയർന്നേക്കാം. അതേസമയം മാക്വറി PSU ബാങ്കുകളെയും ഇൻഷുറൻസ് കമ്പനികളെയും ഫിൻടെക് കമ്പനികളെയും റെഗുലേറ്ററി ഇഷ്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കാനും ആവശ്യപ്പെടുന്നു. ഇനി അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്ന ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ആക്സിസ് ബാങ്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.63% ഇടിഞ്ഞ് 1229 ക്ലോസിംഗ് നൽകി. 3.80 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 14.46, ഡിവിഡൻഡ് yield 0.081%. 52 വീക്ക് ഹൈ 1246, 52 വീക്ക് ലോ 927. 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നെങ്കിലും കമ്പനിയുടെ കഴിഞ്ഞ 10 വർഷത്തെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന വാല്യൂഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. 2020 80-നടുത്ത് വാല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്ത കമ്പനിയാണ് ഇപ്പോൾ 20-ൽ താഴെ വാല്യൂഷനിൽ ലഭിക്കുന്നത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 51%, ROE 14%-അടുത്ത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 28%-അടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ 28,865 കോടിയിൽ നിന്നും 30,231 കോടിയിലേക്ക് ഉയർത്താൻ സാധിച്ചു. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 6,520 കോടിയിൽ നിന്നും 7,630 കോടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. പ്രൊമോട്ടേഴ്സിന് 8.2%, സ്റ്റേക്ക് ഹോൾഡിംഗ് FISന് 53.8%, DISന് 30%, DI സ്റ്റേക്ക് ഹോൾഡിംഗ് 28.8-ൽ നിന്നും 30.12-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 8.2-ൽ നിന്നും 7.8-ലേക്ക് ഇടിയുകയും ചെയ്തു. ആക്സിസ് ബാങ്കിനെ റീറ്റെയിലർ അത്ര പരിഗണിക്കുന്നില്ലെങ്കിലും പല വലിയ ബ്രോക്കേജ് ഫിമ്മുകളും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിസർച്ച് റിപ്പോർട്ടിൽ ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ മോർഗൻ സ്റ്റാൻലി അക്വയർ ചെയ്തു. ഏകദേശം 17 മില്യൺ സ്റ്റോക്കുകൾ 20,283 കോടി രൂപയ്ക്കാണ് മോർഗൻ സ്റ്റാൻലി വാങ്ങിയത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലും കൂടാതെ മാക്വറി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ ബാങ്കിംഗ് സെക്ടറിൽ ഏറ്റവും അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്ന സ്റ്റോക്കായും വിലയിരുത്തിയിരിക്കുന്നത് ആക്സിസ് ബാങ്കിനെയാണ്. ആക്സിസ് ബാങ്ക് 1150 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 1250-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. സപ്പോർട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 1150-ൻ്റെ സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മാക്വറി എന്ന ബ്രോക്കേജ് ഏജൻസി 1425 രൂപയുടെ ടാർഗറ്റാണ് ആക്സിസ് ബാങ്കിന് നൽകിയിരിക്കുന്നത്. അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രൈവറ്റ് ബാങ്ക് ICICI ബാങ്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.9% ഉയർന്ന് 1169-നടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1175, 52 വീക്ക് ലോ 899. 8.24 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.88. വാല്യൂഷൻ ചാർട്ട് പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും താഴ്ന്ന വാല്യൂഷനിൽ അല്ലെങ്കിൽ 20-നും താഴെയുള്ള വാല്യൂഷനിലാണ് ICICI ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. 50-നടുത്തുള്ള വാല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവന്ന കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 40,800 കോടിയിൽ നിന്നും 42,607 കോടിയിലേക്ക് ഉയർത്താൻ സാധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് 11,515 കോടിയിൽ നിന്നും 12,200 കോടിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 34%, ROE 18%-അടുത്ത്. FISന് 44.7% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FIS സ്റ്റേക്ക് ഹോൾഡിംഗ് 43.6-ൽ നിന്നും 44.7-ലേക്ക് ഉയർത്തി. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 45%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 9.8%. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 34%, ROE 18%-അടുത്ത്.
ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ICICI ബാങ്കിനെ പരിഗണിക്കാം. 1169, 1170 എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ ബ്രേക്കൗട്ട് റേഞ്ചാണ്. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഏകദേശം 500 പോയിൻറ്റിൻ്റെ അപ്സൈഡ്, അതായത് 1250 വരെയുള്ള ടാർഗറ്റ് പ്രതീക്ഷിക്കാം. മാക്രോ എന്ന ബ്രോക്കേജ് ഏജൻസി 1400 രൂപയുടെ ടാർഗറ്റാണ് ICICI ബാങ്കിന് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തേത് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കോട്ടക് മഹീന്ദ്ര ബാങ്കും ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് അത്ര ഡീസൻറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കല്ല, അല്ലെങ്കിൽ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 3.52 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 19.36, 52 വീക്ക് ഹൈ 1987, 52 വീക്കിലോ 1543. വാല്യൂഷൻ ചാർട്ട് പരിശോധിച്ചാൽ 30ൻ്റെ താഴെ വാല്യൂഷനിലേക്ക് വരാത്ത കമ്പനിയായിരുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്ക്. ഇപ്പോൾ 20നും താഴെ വാല്യൂഷനിലെത്തിയിട്ടുണ്ട്. വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ ഹിസ്റ്റോറിക് ലോ വാല്യൂഷനിലാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ലഭിക്കുന്നത്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 22%, ROE 15%. സ്റ്റോക്ക് 2000 എന്ന റെസിസ്റ്റൻസിനും 1650 എന്ന സപ്പോർട്ടിനും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 1770 ലഭിക്കുന്നു. ഈ സ്റ്റോക്കുകൾ കൂടാതെ മാക്രോ എന്ന ബ്രോക്കേജ് ഏജൻസി ചില സ്റ്റോക്കുകൾക്ക് ഹയർ സൈഡിലുള്ള ടാർഗറ്റും ഉയർന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. കോട്ടക് മഹീന്ദ്ര ബാങ്കിന് 2025 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. SBI ലൈഫിന് 1750ൻ്റെയും ബജാജ് ഫിനാൻസിന് ഡൗൺഗ്രേഡ് എന്ന റേറ്റിംഗും 6600 രൂപയുടെയും മാക്സ് ഫിനാൻഷ്യൽ സർവീസിന് 250 രൂപയുടെയും ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മാർക്കറ്റ് ഓരോ ദിവസവും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് സോണുകളിൽ ട്രേഡ് ചെയ്യുമ്പോഴും വാല്യൂ ഇൻവെസ്റ്റേഴ്സിന്, അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്